എന്തൊക്കെ ചെയ്തിട്ടും ഓയിലി സ്കിന്നാണ്, അതുകൊണ്ട് തന്നെ ഒരു മാറ്റം അറിയാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് വർക്ക് ആവുന്ന, ഓയിലിനെസ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുന്ന ഒരു ടോണറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ട്രൈ ചെയ്ത് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ വർക്കിംഗ് ആണ്. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് വിറ്റമിൻ സി ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് അടിപൊളിയാണ് കേട്ടോ. സ്കിൻ ഗ്ലോ ആകാനും ബ്രൈറ്റ് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്കെല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡ്രൈ സ്കിൻ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഇതിനോടൊപ്പം ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയാം. അതിന് മുന്നേ ആയിട്ട് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് റിയലി യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറന്നു പോകണ്ട. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഹോം മെയ്ഡ് ടോണർ പ്രിപ്പയർ ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ആവശ്യം നോക്കാം. ആദ്യം തന്നെ നല്ല തിളപ്പിച്ചാറ്റിയ വെള്ളം വേണം. ഇത് നമുക്ക് വേണമെങ്കിൽ വേറൊരു മെത്തേഡിലും ചെയ്യാം. പക്ഷേ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയ മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. നന്നായിട്ട് തണുത്ത വെള്ളത്തിലോട്ട് നമ്മളിതുപോലെ ഒരു 1/4 ഭാഗം നാരങ്ങയുടെ നീര് മാത്രം ചേർത്ത് കൊടുക്കുക. ഫുള്ളായിട്ട് വേണമെങ്കിൽ ആ 1/4 ഭാഗം നാരങ്ങയുടെ നീരും മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 5-6 ഡ്രോപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച ബോട്ടിൽ ഫുള്ളായിട്ടോ ഹാഫായിട്ടോ ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാം. ബട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടോണർ മാറ്റി ട്രൈ ചെയ്യുമല്ലോ, അതുകൊണ്ടാണ് കൂടുതൽ ചെയ്ത് വെക്കാത്തത്. ഈ ഒരു ടോണർ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് സൂപ്പറായിട്ട് തോന്നിയാൽ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി പ്രിപ്പയർ ആക്കി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. ഞാനിവിടെ ധാത്രിയുടെ അലോവേര ബ്യൂട്ടി ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അലോവേര ജെല്ല് യൂസ് ചെയ്യാം. എനിക്കിത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് യൂസ് ചെയ്ത് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അടിപൊളി ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു അലോവേര ജെല്ലാണ്. എല്ലാവരുടെ സ്കിൻ ടൈപ്പിലും ചേരുന്നതായിട്ട് എനിക്ക് തോന്നി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വെറും 50 റുപ്പീസ് 60 റുപ്പീസേ ഉള്ളൂ. 50-60 രൂപയ്ക്കകത്ത് നമുക്ക് വാങ്ങാൻ കിട്ടും. സോ ഇനി അഥവാ നിങ്ങൾക്ക് ഫേസിൽ സ്യൂട്ടബിൾ അല്ലെങ്കിലും കയ്യിലും കാലിലും ഒക്കെ യൂസ് ചെയ്യാം. സോ ഒന്ന് വാങ്ങിച്ചു നോക്കുന്നതുകൊണ്ട് തെറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ, പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ചെക്ക് ചെയ്ത് നോക്കുക. ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റും എല്ലാം അതിലറിയാനായിട്ട് പറ്റും. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു സ്പൂൺ വെച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് മിക്സ് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഏതൊരു അലോവേര ജെല്ലും എടുക്കാം കേട്ടോ. നാച്ചുറലായിട്ട് വീട്ടിൽ നിന്ന് കിട്ടുന്ന കറ്റാർ വാഴയുടെ നീരുണ്ടെങ്കിൽ അതും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുന്ന വെള്ളത്തിൻ്റെയും അതുപോലെ നാരങ്ങ നീരിൻ്റെ അളവിന് നമുക്ക് അറിയായിരിക്കുമല്ലോ. നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് കുറച്ച് ക്വാണ്ടിറ്റി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു അളവിന്. പുറത്തു നിന്ന് വാങ്ങുന്നതായാലും നമ്മൾ വീട്ടിൽ തന്നെ എടുക്കുന്ന അലോവേര കറ്റാർ വാഴയുടെ നീരായാലും അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഡൈല്യൂട്ട് ചെയ്താണ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ യാതൊരുവിധ പ്രശ്നം ഉണ്ടാവത്തില്ല. സ്പെഷ്യലി ഓയിലി സ്കിൻകാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തേക്കുന്നത്. പിന്നെ സെൻസിറ്റീവ് സ്കിന്നാണ്, നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് ഒട്ടും പറ്റത്തില്ലെങ്കിൽ പോലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം. കാര്യം 2-3 ഡ്രോപ്പ് മാത്രമാണ് നമ്മൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. വളരെ കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ. താല്പര്യം ഉണ്ടെങ്കിൽ അത്രയും ചേർത്ത് കൊടുക്കുക. ഇനി അത് നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിന് പകരമായിട്ട് നിങ്ങൾ റോസ് വാട്ടർ യൂസ് ചെയ്യുക. റോസ് വാട്ടറിൽ അലോവേര ജെല്ലും വെച്ച് മിക്സ് ചെയ്തിട്ട് ആ ഒരു ടോണർ നമുക്ക് യൂസ് ചെയ്യാം. ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിൽ അല്ലെങ്കിൽ പമ്പ് ബോട്ടിലൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. എനിക്കിവിടെ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു ഗ്ലാസ് ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഇങ്ങനെയായാലും ഓക്കെ. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം. നമ്മൾ റോ ആയിട്ടുള്ള ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. റോസ് വാട്ടറും അതുപോലെ തന്നെ നമ്മുടെ കറ്റാർ വാഴയുടെ നീരും മാത്രമാണ് എല്ലാം നമ്മൾ പ്രോഡക്റ്റായിട്ട് വാങ്ങുന്നതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ട കാര്യമില്ല. കറ്റാർ വാഴയുടെ നീരൊക്കെ നാച്ചുറലായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഫ്രിഡ്ജിൽ തന്നെ കീപ്പ് ചെയ്യാം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടോണറാണ്. ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, സ്കിപ്പ് ചെയ്തിട്ട് റോസ് വാട്ടർ യൂസ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്കൊരു 15 വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ഹോം മെയ്ഡ് ടോണർ യൂസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. സീരിയസ്ലി നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഒക്കെ നല്ലതാണ്. റോസ് വാട്ടർ അങ്ങനെ തന്നെ നമുക്കൊരു ടോണറായിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു ലെമൺ വാട്ടർ ഓൾസോ നമുക്ക് നല്ലൊരു ടോണറായിട്ട് യൂസ് ചെയ്യാം. ഒപ്പം നമ്മൾ അലോവേര ജെല്ല് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു നറിഷ്മെൻറ്റും ഗ്ലോയും ഒക്കെ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഓൾറെഡി നന്നായിട്ട് ക്ലീൻ ചെയ്ത ഫേസ് വാഷ് അല്ലെങ്കിൽ സോപ്പ് എന്താണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് വെച്ച് മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഈ ഒരു സംഭവം നമുക്ക് എടുക്കാം. ഇത് ഫ്രിഡ്ജിലാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ എടുക്കുമ്പോൾ നല്ല തണുപ്പുണ്ടാവും. ഓക്കെ, ഇതുപോലെ കയ്യിൽ കുറച്ച് എടുക്കുക. എന്നിട്ട് ഇത് ഒരു മെത്തേഡാണ്. 2-3 മെത്തേഡിൽ നമുക്ക് യൂസ് ചെയ്യാം.
ആദ്യം ഈ മെത്തേഡ് കാണിച്ചു തരാം. എന്നിട്ട് ഇതുപോലെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ നനച്ച് തൊട്ട് കൊടുത്താൽ മതി. ഓൾറെഡി അലോവേര ജെല്ല് ചേർത്തത് കൊണ്ട് നല്ല ക്രീമി ആയിട്ട് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ അറിയാലോ കൺസിസ്റ്റൻസി കുറച്ച് കട്ടിയായിട്ടുണ്ടാവും. ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുന്നത്. സോ നന്നായിട്ട് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് തന്നെ ഒരു കോട്ടൺ ബോൾ, പഞ്ഞി അല്ലെങ്കിൽ നമ്മളൊരു നോർമൽ മുഖത്ത് യൂസ് ചെയ്യുന്ന ടവൽ, ഇത് രണ്ടിലേതെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടവൽ വേണം എടുക്കാനായിട്ട്. ഇത് രണ്ടിലേതെങ്കിലും യൂസ് ചെയ്ത് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ആ തുണി അല്ലെങ്കിൽ പഞ്ഞി ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ടോണറിലോട്ട് മുക്കിയിട്ട് അത് വെച്ച് വൈപ്പ് ചെയ്തെടുക്കാം. എങ്ങനെയാണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് ഇഷ്ടം അതുപോലെ ചെയ്യുക. കൺവീനിയൻറ്റ് എന്താണോ അതിനനുസരിച്ച് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പോർസിൻ്റെ ഇടയിൽ പറ്റി പിടിച്ചിരിക്കുന്ന മുഖം കഴുകിയാലും പോകാതെ കുറച്ച് അഴുക്കുകൾ പറ്റി പിടിച്ചിരിക്കും. ഒബ്വിയസ്ലി അതുണ്ടാവും. അതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് വീണ്ടും കുറച്ചുകൂടെ ടോണർ നമ്മുടെ കയ്യിലെടുക്കുക. ദെൻ ഈ സെയിം പോലെ നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മളിത് ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല, ഇങ്ങനെ തന്നെ വെച്ചിരുന്നാൽ മതി. ഇതൊരു നറിഷ്മെൻറ്റിനും ടോണിങ് എഫക്റ്റൊക്കെ നമുക്ക് വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു മെത്തേഡാണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സ്പ്രേ ബോട്ടിലിൽ സ്റ്റോർ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് മുഖത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എടുത്തിട്ട് മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കൈയും മുഖവും നന്നായി കഴുകിയതിന് ശേഷം വേണം ഇതുപോലെ ചെയ്യാനായിട്ട്. റോസ് വാട്ടർ ആയാലും അതുപോലെ ഞാൻ ചെയ്ത ലെമൺ വാട്ടർ ആയാലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. സിമ്പിളാണ്, നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. വെയിലത്തൊക്കെ പോയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് ആ സൺ ടാനൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യണം എന്നാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഉൾപ്പെടുത്താം. രാവിലെയും വൈകുന്നേരവും മുഖം കഴുകുന്ന സമയത്ത് ഇതും കൂടെ ചെയ്തതിന് ശേഷം നമുക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാവുന്നതാണ്. സ്കിന്നിൽ നമ്മുടെ pH ലെവൽ ബാലൻസ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്കൊരു ഡ്രൈനെസ് ഒരുമാതിരി ഇറിറ്റേറ്റിംഗ് ആയിട്ടൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മുഖം കഴുകി കഴിയുമ്പോൾ പെട്ടെന്നൊരു ഡ്രൈനെസ് ഉണ്ടാവുക, വെള്ളമൊക്കെ തുടച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഡ്രൈനെസ്, അതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ഓയിലി സ്കിൻ ആണെങ്കിൽ ഈ ഒരു ലെമൺ വാട്ടർ അല്ലെങ്കിൽ റോസ് വാട്ടർ ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, രണ്ടും നമുക്ക് നന്നായിട്ട് സ്കിന്നിന് ഓയിലിനെസ് പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എക്സസ് ആയിട്ട് ഓയിലാകുന്നത് കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി നമ്മളിതിൽ അലോവേര ജെൽ യൂസ് ചെയ്തത് കൊണ്ട് തന്നെ നല്ല ഒരു നറിഷ്മെൻറ്റ് കിട്ടും. സോ എക്സസ് ആയിട്ട് നമ്മുടെ സ്കിൻ ഓയിൽ പ്രൊഡക്ഷൻ ചെയ്യത്തില്ല. ഓൾറെഡി സ്കിൻ നന്നായിട്ട് നറിഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. അടുത്തതായിട്ട് നമുക്കിത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്ത് ലോക്ക് ചെയ്യണം. ഓൾറെഡി നമ്മൾ മുഖം കഴുകി എന്നിട്ട് ഈ ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് മോയ്സ്ചറൈസറാണ്. പകൽ സമയത്താണെങ്കിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം സൺസ്ക്രീനും അപ്ലൈ ചെയ്ത് കൊടുക്കണം. രാത്രിയാണെങ്കിൽ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാം. ഇനി നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സിറംസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആക്റ്റീവ്സ്, റെറ്റിനോൾ പോലത്തെ ആക്റ്റീവ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു ലെമൺ വാട്ടറിന് പകരമായിട്ട് റോസ് വാട്ടർ ട്രൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓയിലി സ്കിൻകാർക്ക് വീണ്ടും ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത് സ്കിൻ ഡ്രൈ ആയിരിക്കുന്നത് കൊണ്ടും കൂടെ ആയിരിക്കാം. അതുകൊണ്ട് ആ ഒരു ഡ്രൈനെസ് ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. നല്ല ഒരു നറിഷ്മെൻറ്റും ഗ്ലോയും കിട്ടാനായിട്ട് സഹായിക്കും. രാവിലെയും രാത്രിയും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലെമൺ വാട്ടർ നിങ്ങൾക്ക് ഒട്ടും തന്നെ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്തേക്കുക. എന്നിട്ട് നമുക്ക് റോസ് വാട്ടർ വെച്ചും ട്രൈ ചെയ്യാം. അടിപൊളി ഒരു ടോണറാണ്. ഹോം മെയ്ഡ് ടോണർ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊരു അടിപൊളി ഓപ്ഷൻ തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.